എടാ മക്കളെ ആ ടോമറ്റൂട്ടി ഇരിക്കടാ. വലിയ പപ്പ രാവിലെ കണ്ണശുദ്ധം വെള്ളം കൊണ്ട് വിട്ട് പോകുന്നത് കണ്ടു. ആ എൻ്റെ മകനായിട്ട് പറയുമല്ല, രാത്രി വരും. ഏതാണ്ട് വലിയ രാഷ്ട്രീയക്കാരനാണെന്നാ പറയുന്നത്. പറമ്പിലാണ് ഇഷ്ടം പോലെ പണിയുള്ളതാ, ഒരു ഉത്തരവാദിത്വമില്ല. എന്താ പറഞ്ഞിട്ടെന്താ കാര്യം? മക്കളെ, ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്നത്തെ പോലെ തലയിൽ വെക്കാൻ കുടയൊന്നുമില്ല. കർക്കിടക മാസമായാലേ തോരാത്ത മഴയാ. പറമ്പിലും പാടത്തും പണിയെടുക്കുമ്പോഴേ ഈ പാടത്തൊക്കെ തലയിലുണ്ടെങ്കിൽ തലയിൽ നനയുകയില്ല, പനിയും പിടിക്കുകയില്ല. പിന്നെ അത്യാവശ്യം മൂർക്കാനും വെക്കാം. അക്കാലത്ത് കപ്പയും വാഴയും ചേനയും ചേമ്പും പച്ചക്കറികളും എല്ലാം സ്വന്തമായി പറമ്പിൽ കൃഷി ചെയ്യുമല്ലേ. ഇന്നതാണ് അവസ്ഥ. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും ഇറച്ചിയും മീനും പഴവർഗ്ഗങ്ങളും വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം ഉദാഹരണം. അന്നൊക്കെ സീസണിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്ത സാധനങ്ങൾ വിൽക്കാൻ വിപണിയും കുറവ്, വിറ്റാ വിലയും കിട്ടുക. എന്നാൽ ഇപ്പോൾ അതാണ് അവസ്ഥ. എന്നൊരു സംഘടന നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയിലുണ്ട്. കപ്പയും വാഴയും ചേനയും ചേമ്പും എല്ലാം ഏത് സീസണിലും കൃഷി ചെയ്യാം. നമുക്ക് വിളകൾ വിൽക്കുകയും ചെയ്യാം, ന്യായമായ വിലയും കിട്ടും. മക്കളെ, എനിക്ക് അടുത്ത കാലത്ത് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാര്യം പറയാം. കഴിഞ്ഞ മാസം പൊടിമറ്റത്ത് വെച്ച് എന്നെ പോലെ 80 വയസ്സ് കഴിഞ്ഞ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ആദരിക്കുകയുണ്ടായി. അന്നേ വരെ ഒരു സംഘടനയും ചെയ്യാത്തൊരു കാര്യം. അന്നേ എൻ്റെ സമപ്രായക്കാരായ ഒത്തിരി കർഷകരെ കാണാൻ പറ്റി. അവരുമായി പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. മനസ്സിനെ ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് ഇത്തിരി പ്രായം കുറഞ്ഞ പോലൊക്കെ തോന്നുന്നു. വല്യപ്പച്ച, ഞങ്ങൾ വലുതാകുമ്പോൾ വല്യപ്പച്ചനെ പോലെ വിഷമരിക്കാത്ത പച്ചക്കറികളും കപ്പയും വാഴയും എല്ലാം കൃഷി ചെയ്യും. വല്യപ്പച്ച, നിങ്ങൾ കർഷകർ സമരങ്ങൾ ചെയ്തിട്ടുണ്ടോ? സമരങ്ങൾ ചെയ്തിട്ടുണ്ടോന്നല്ലേ? നിങ്ങള് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ ഉള്ള കർഷകർ സമരങ്ങൾ ചെയ്തത് പത്രത്തിലും ടിവിയിലും വായിച്ചതും കണ്ടതും ഒക്കെ അല്ലേ? അന്നേ ഈ പത്രക്കാര് അവരെ വിശേഷിപ്പിച്ചത് പട്ടാളക്കാരെന്നും കർഷക സൈന്യമെന്നും ഒക്കെ ആയിരുന്നു. പണ്ടൊക്കെ വിത്തിറക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ കർഷകര് പട്ടാളക്കാരെ പോലെ തന്നെയായിരുന്നു. അന്നൊക്കെ ഇന്നത്തെ പോലൊന്നും അല്ല. ആ കാലമെന്ന് പറഞ്ഞാലേ കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്തും എല്ലാം കൃഷി നശിപ്പിക്കും. വിത്തിറക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ഒരു കർഷകന്റെ നെഞ്ചിൽ തീയും ആദിയും ഒക്കെ ആയിരുന്നു. കാലങ്ങളുണ്ടായിരുന്നോ? എടാ, നിന്റെ അപ്പൻ ഹോം ഷൂട്ടി രാത്രി 10 മണിക്കും 12 മണിക്കും തലയിലൊരു ടോർച്ചും വെച്ച് കെട്ടി ഇടത്ത് കൈയിൽ ഉപ്പും വലത്ത് കൈ കല്ലും പിടിച്ച് പട്ടാളക്കാരൻ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആഫ്രിക്കൻ കോച്ചിനെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? കോച്ചോ ഈ ചൊട്ടച്ചാർന്നികളുള്ള ഈ കൊച്ചിനെ പിടിക്കാനായിട്ട് അവൻ ഇത്രയും പാടുപെട്ട് വന്നപ്പാട് കഴിച്ച് നടക്കുന്നുണ്ടല്ലേ? അതുപോലെയാണോ കാട്ടുപോത്തും കാത്തുപന്നിയൊക്കെ ഇരിക്കുന്നത്? 4, 3, 7 4 മൂട് പയറും 3 മൂട് വരണ്ടേ, അതല്ലേ അവൻ്റെ കൃഷി? അതുപോലെ ആയിരുന്നോ 10-15 ഏക്കർ നെല്ലും വാഴയും കരിമ്പും ഒക്കെ നട്ടവൻ്റെ അവസ്ഥ? അവനിറങ്ങി കാട്ടാനയായാലും കാട്ടുപന്നിയായാലും ഓടിക്കും, അല്ലേ പിടിക്കും. ഈ കാട്ടുപന്നിയെ പിടിക്കുന്നത്
ഇത് ഒട്ടയും കൂടി അടിക്കണമായിരുന്നു. കുരിശൊരുക്കുന്ന സമയം കഴിഞ്ഞ പിന്നെ കൊച്ചുമക്കളെയും പന്നീച്ചുടിലും പട്ടണ്ടാക്കലും ഞാൻ വന്നാണ്ടല്ലോ എല്ലാവരും വെച്ച് തരും. കേറി പോണടാ എല്ലാരും ഒക്കെ. അടുക്കളയുടെ പട്ടാള ഉണർന്നു. ആ ഞാൻ പോയെന്നാ കുളിച്ചിട്ട് വരാം. അല്ലേ അത് മതി കഞ്ഞിക്ക് ഉപ്പ് കൂടാ. കാട്ടാനെയും കാട്ടുപോത്തിനെയും കാട്ടുവന്നെയും പേടിയില്ല. പിന്നെ എവിടെ ഇരുന്നാലും തമ്മിയാ പേടിയാ. എനിക്ക് പോകുന്നടാ കഞ്ഞിക്ക് ഉപ്പ് കൂട്ടാൻ വന്നിരിക്കുന്നു. ഏച്ചി മോളെ മറ്റേ ബസറിന്റെ ഗുളിക എടുത്ത് വെച്ചേ കഴിച്ചിട്ട് കുളിക്കാം.